നമസ്കാരം. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യയുമായി യുദ്ധമുണ്ടാകുമെന്ന ഭീഷണി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ മുഴക്കിയിരുന്നു. പാകിസ്ഥാന്റെ വെള്ളം കൂടി പോലും മുട്ടിച്ച ഇന്ത്യയുടെ പ്രതികാരം പാക് അധികാരികൾക്ക് ആശങ്ക ഉയർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഭീഷണികൾ ഇന്ത്യക്ക് ലഭിക്കുന്നത്. എന്നാൽ ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളിക്ക് ഇന്ത്യ കൃത്യമായ മറുപടിയും നൽകിയതാണ്. ഇപ്പോൾ ഇതിനൊക്കെ ശേഷം വീണ്ടും സിന്ധു നദിയിലെ ജലം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ 6 നദികളിലെയും വെള്ളം കൊണ്ടുപോകുമെന്ന ഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ രംഗത്തെത്തി. വെള്ളം തന്നില്ലെങ്കിൽ ഗേറ്റുകൾ അടച്ചുപൊളിക്കും. സിന്ധു നദിയിലെ ജലം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ 6 നദികളിലെയും ജലം നമ്മൾ എടുക്കും. വെള്ളം പങ്കുവെക്കുക, അതല്ലെങ്കിൽ കൊടുങ്കാറ്റിനെ നേരിടുക. സിന്ധു നദിയിലെ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയിലെ 6 നദികളിലെയും വെള്ളം ഇവിടെ എത്തിക്കും എന്ന് ബിലാവൽ ഭൂട്ടോ വെല്ലുവിളിച്ചു. സിന്ധു നദിയിലെ ജലം നമ്മുടെ അവകാശമാണ്, അല്ലാതെ ഇന്ത്യയുടെ ഔദാര്യമല്ല. വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇനി പാകിസ്ഥാന് സിന്ധു നദിയിൽ നിന്ന് വെള്ളം നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. 1960 സിന്ധു നദീജല കരാറിലേക്ക് മടങ്ങിപ്പോകാനാവില്ലെന്ന നിലപാടാണ് അമിത്ഷായുടേത്. നദിയിലേക്കുള്ള പ്രവേശനം പുനർനിർവചിക്കാൻ പോകുന്നു. ഇത് UN ചാർട്ടറിന് എതിരാണ് എന്നും ബിലാവൽ ഭൂട്ടോ വെല്ലുവിളിച്ചു. അതേസമയം കൃഷിക്ക് ആവശ്യത്തിന് ജലം ലഭിക്കാത്തതിനാൽ കർഷകർക്കിടയിൽ അസ്വാരസ്യം പുകയുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബിലും മറ്റുമാണ് വെള്ളം കിട്ടാതെ കർഷകർ ഏറെ പ്രകോപിതരാകുന്നത്. പാകിസ്ഥാനിലെ കർഷകരുടെ ജലസേചന ആവശ്യങ്ങൾക്കുള്ള 80% ജലവും വരുന്നത് സിന്ധു നദിയിൽ നിന്നാണ്. അതാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഇത് പാക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏപ്രിൽ 22 ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത്. ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം ഇന്ത്യ തന്നെ ഉപയോഗിക്കുമെന്ന നിലപാടിലാണ് ഇന്ത്യ. പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും. വെള്ളത്തിന്റെ കുറവ് പാകിസ്ഥാനെ ദുരിതത്തിലാക്കുമെന്ന് ഈയിടെ അമിത്ഷാ പ്രസ്താവിച്ചിരുന്നു. കൂടാതെ സിന്ധു നദീജല കരാർ വിഷയത്തിൽ ചർച്ചകൾക്ക് താല്പര്യമറിയിച്ച് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് രംഗത്തെത്താറുണ്ട്. അപ്പോഴൊക്കെ പുല്ലുവില നൽകി ഇന്ത്യ മറുപടി നൽകാറുണ്ട്. പാകിസ്ഥാനുമായി തൽക്കാലം ചർച്ചകൾക്കില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പറഞ്ഞ് പാകിസ്ഥാൻ സെക്രട്ടറി സയ്യിദ് അലി മുർദസ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപായിരുന്നു ഈ കത്ത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2 കത്തുകൾ കൂടി പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ചെന്ന് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ സമീപനം അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ വിശദീകരിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.